ഹായ്, വെൽക്കം ടു ഷാസ് പ്രോപ്പർട്ടീസ്. യങ് അറ്റ് ഹാർട്സ് എന്ന് പറയുന്ന പുതിയൊരു പ്രൊജക്ടിന്റെ ഇൻഫർമേഷൻ ആയിട്ടാണ് ഷാസ് പ്രോപ്പർട്ടീസ് MD അബ്ദുൾ ഷക്കീർ സർ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം കൂടുതൽ ഡീറ്റെയിൽസ്. സർ, അസറ്റ് ഹോംസിന്റെ ഈ യങ് അറ്റ് ഹാർട്സ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ പുറകിലുള്ള വിഷൻ ആൻഡ് വാല്യൂസ് എന്തൊക്കെയായിരുന്നു? ശരിക്കും ഇവർ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ കോർ വാല്യൂസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഒരു ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ഒരു ഡിഗ്നിറ്റിയോടൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങനെ ജീവിക്കാം ഒരു റിട്ടയർഡ് പേഴ്സൺ എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഇതിനകത്തൊരു ഒരു കോർ വരുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ അതൊരു കേരള. ഹായ്, വെൽക്കം ടു ഷാസ് പ്രോപ്പർട്ടീസ്. യങ് അറ്റ് ഹാർട്സ് എന്ന് പറയുന്ന പുതിയൊരു പ്രൊജക്ടിന്റെ ഇൻഫർമേഷൻ ആയിട്ടാണ് ഷാസ് പ്രോപ്പർട്ടീസ് MD അബ്ദുൾ ഷക്കീർ സർ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം കൂടുതൽ ഡീറ്റെയിൽസ്. സർ, അസറ്റ് ഹോംസിന്റെ ഈ യങ് അറ്റ് ഹാർട്സ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ പുറകിലുള്ള വിഷൻ ആൻഡ് വാല്യൂസ് എന്തൊക്കെയായിരുന്നു? ശരിക്കും ഇവർ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ കോർ വാല്യൂസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഒരു ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ഒരു ഡിഗ്നിറ്റിയോടൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങനെ ജീവിക്കാം ഒരു റിട്ടയർഡ് പേഴ്സൺ എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ഇതിനകത്തൊരു കോർ വരുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ അതൊരു കേരള കൾച്ചർ, നമ്മൾ കേരളത്തിലാണല്ലോ, അപ്പൊ കേരള കൾച്ചറോട് കൂടിയിട്ടൊരു ലിവിങ് സ്റ്റൈലും ആ ലിവിങ് സ്റ്റൈലിൽ തന്നെ അവർക്കൊരു എന്താ പറയാ അവർക്കൊരു സേഫ്റ്റി മെഷർമെന്റും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്കും അതേപോലെ ഒരു ഇന്റർനാഷണൽ ഒരു ലെവൽ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് സ്റ്റൈലും കൂടി അവർക്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതാണ് ഇതിന്റെ ഒരു കോർ ആയിട്ടുള്ള ഒരു മൊത്തം ഇവരൊരു വിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സർ, കേരളത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു സീനിയർ ലിവിംഗ് ലൈഫ് സ്റ്റൈലിനോട് എങ്ങനെയാണ് അവരുടെ അപ്രോച്ച്? ഇന്നിപ്പോ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കുറെ പേര് ജോബ് റിലേറ്റഡ് ആയിട്ട് മിഡിൽ ഈസ്റ്റും എബ്രോഡും പോയി സെറ്റിൽ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ പാരന്റ്സിന് എങ്ങനെ ഇവിടെ സേഫ്റ്റി ആയിട്ട് എങ്ങനെ ഒരു സേഫ്റ്റി സപ്പോർട്ടുള്ള ഒരു ഹാൻഡിലേക്ക് കൊടുക്കും എന്നുള്ളത് വലിയൊരു കൺസേൺ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിന് വളരെ സാധ്യത കൂടുതലാണ്. കാരണം ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡിലേക്ക് ഈ പറയുന്ന പാരന്റ്സിനെ കൊടുത്താൽ അവർക്ക് സേഫ് ആയിട്ട് ഫ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെയുണ്ട്. സർ, കേരളത്തിലെ ടോപ്പ് ബിൽഡേഴ്സായ അസറ്റ് ഹോംസ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക്, അതായത് സീനിയർ ലിവിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ എന്തായിരുന്നു റീസൺ? കാരണം ഈ ബിൽഡറെ കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് 120+ അപ്പാർട്ട്മെന്റ്സ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡറും കൂടിയാണ് ആക്ച്വലി ഈ ബിൽഡർ. 2007 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിൽഡർ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവര് ഏകദേശം ഞാൻ ചോദിച്ച സമയത്ത് അവരുടെ ഒരു ആൻസർ കിട്ടിയ എന്തെന്നാൽ 8 വർഷത്തോളമായി അവർ ഇതിനെക്കുറിച്ച് റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവര് 8 വർഷമായി ഇതിന്റെ പിന്നാലെ നടന്ന് എന്താണ് ഇങ്ങനെ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. പക്ഷെ അത് മാത്രം റിസർച്ച് മാത്രമല്ല, കാരണം ഒരു ബിൽഡർ എപ്പോഴും നോക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ആൾക്കാരനെ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കൂടി ചെയ്യുമ്പോൾ അതിന് വളരെ വ്യത്യാസമാണ്. കാരണം അങ്ങനെ നോക്കിയപ്പോൾ ഇവർക്ക് കിട്ടിയ ഒരു കമ്പനി കൂടെയാണ് ആക്ച്വലി കൊളംബിയ പസഫിക്. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണമെങ്കിൽ UK അങ്ങനെയുള്ള രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ നോക്കണമെങ്കിൽ ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇവർ ഈ ഫീൽഡിനകത്ത് വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കൊളംബിയ പസഫിക്. കാരണം അവരുടെ കൂടെ ടൈപ്പ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിതിനകത്ത് മാസ്റ്റർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തോട് കൂടിയിട്ടായിരിക്കും മേ ബി ഇവർ ടൈപ്പ് ചെയ്തിട്ട് ഈ സാധനം ചെയ്യുന്നതും. സീനിയറും കൂടിയാണല്ലോ, അപ്പൊ അതിനൊരു സേഫ്റ്റിയും കൂടി അവർ നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ഒരു കമ്പനിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഇവർ ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ളത്. സാറിന്റെ പെർസ്പെക്റ്റീവില് ഈ ഒരു യങ് അറ്റ് ഹാർട്സ് എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ മോസ്റ്റ് അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഇവരുടെ ഒരു യൂണിക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ അവിടുത്തെ ഒരു ഡെമോ ഫ്ലാറ്റ് ഡെമോ ആയിട്ടുള്ള ഒരു ഏരിയ പോയി കണ്ടപ്പോൾ ഇവര് ചെയ്തിട്ടുള്ള ഇന്റീരിയേഴ്സിൽ ഒരു പലരും ശ്രദ്ധിക്കാണ്ട്, പക്ഷെ ഇവർ ഹൈലൈറ്റ് ചെയ്തെടുത്തുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ ഫർണിച്ചറിന്റെയും കോർണേഴ്സ് എല്ലാം ഓവൽ ഷേപ്പ് ചെയ്തിട്ട്, കാരണം ഫ്യൂച്ചറിൽ അതൊരു ബുദ്ധിമുട്ടില്ലാത്തിട്ട്, കാരണം സീനിയർ ലിവിംഗ് ആണല്ലോ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഇവര് ഒരു ഇന്റീരിയറിന്റെ കാര്യത്തിൽ തന്നെ ആ ഒരു ചെറിയൊരു കാര്യം പക്ഷെ ഭയങ്കര കോൺഷ്യസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു വളരെ
വ്യത്യാസം. പലരും പലതും ചെയ്യുന്ന പറയാം. പക്ഷെ അപ്പൊ അവരുടെ ഇൻഡെപ്ത് തന്നെ ആലോചിക്കാം ആ ഒരു കാര്യത്തിൽ തന്നെ. ആ കോർണർ പോയിന്റ്സ് ഒക്കെ ഓവൽ ഷേപ്പ് ചെയ്തിട്ട് ഷാർപ്നെസ് ഇല്ലാത്തൊരു കോർണർ ഷേപ്പ് ഒരു ഇന്റീരിയറിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവർ എത്രത്തോളം ഇതിനകത്ത് ഡെപ്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആലോചിച്ച് നോക്കുക. ദെൻ ഇവരുള്ള പൂളൊക്കെ നോക്കുകയാണെങ്കിൽ തെറാപ്പിക് ടൈപ്പ് ഓഫ് പൂൾസ് ആണ്. ദെൻ യോഗ മാറ്റ്, യോഗ ഏരിയ അല്ലെങ്കിൽ യോഗ സെന്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവര് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ സീനിയറിനുള്ള ഹോസ്പിറ്റൽ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ പല ഹോസ്പിറ്റലിൽ ഇവർ കണക്ടിവിറ്റി ഉണ്ട്. എമർജൻസി കേസിന് 24 hours സേഫ്റ്റി മെഷർമെന്റോടുള്ള ടാഗ് കാര്യങ്ങളെല്ലാം ഇവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ദെൻ ഇങ്ങനെല്ലാം വരുന്നതോടൊപ്പം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സീനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എനർജി ആംബിയൻസ് ഇവർ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നോക്കുക, നമുക്ക് തന്നെ നമ്മുടെ ഏജിലുള്ള ആൾക്കാരുടെ ഫ്രീക്വൻസി ഉള്ള ഒരു ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ നമുക്കൊരു എനർജി ലെവൽ ഉണ്ടാവും. അതേപോലെ ഒരു എനർജി ലെവൽ അവരുടെ ഏജും അവരുടെ തോട്ട് പ്രോസസ്സും ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ആ ഒരു വരുമ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഡിസീസ് ഒക്കെ ചിലപ്പോൾ അത് കുറയാൻ സാധ്യതയോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളതിന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. സർ, ഒരു സീനിയർ പേഴ്സൺ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണോ? അത് കൂടാതെ ഇതിലെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്? ഒരു സീനിയർ ലിവിങ്ങിനെ സംബന്ധിച്ചോട് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റ് ശേഷമാണ് ഈ പ്രൊജക്ടിനകത്ത് വരുന്നത്. അപ്പൊ അവർക്ക് ആഫ്റ്റർ റിട്ടയർമെന്റ് അവർക്ക് കിട്ടാവുന്ന ഒരു ഫണ്ട് ആയിരിക്കുമല്ലോ, റിട്ടയർമെന്റ് ശേഷം കിട്ടുന്ന ഒരു ഫണ്ട് അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഒരു കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഹൈറ്റ് റേറ്റ് വെക്കാതെ ഒരു മീഡിയം റേഞ്ചിലാണ് ഈ പ്രൊജക്ടിനകത്ത് വരുന്ന പ്രൈസിങ് എല്ലാം ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ അത് ഒരു സീനിയർ റിട്ടയർമെന്റ് ചെയ്തു വരുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടിയായിട്ട് ഈ ഒരു പ്രൊജക്ടിനകത്ത് മാറിപ്പോകും അവർക്ക്. അതാണ് ഇവരുടെ ഒരു ഡിസൈനിങ് വെച്ചിട്ടുള്ളത്. സർ, യങ് അറ്റ് ഹാർട്സിന്റെ എക്സ്പെക്ടഡ് ഇയർ ഓഫ് കംപ്ലീഷൻ എപ്പോഴായിരിക്കും? റെറ അപ്രൂവൽ പ്രകാരം ഇവര് 2029 ഇവരുടെ കംപ്ലീഷൻ ഡേറ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ പ്രൊജക്ടിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് പൂക്കാട്ടുപടി എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ പ്രൊജക്ട് വരുന്നതും. അവിടെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഒരു ഡെമോ വില്ലയും അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് കാണാൻ പറ്റും. സർ, കറന്റ്ലി ഈ പ്രൊജക്ട് ആരൊക്കെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? ഇത് ശരിക്കും സൂട്ടബിൾ ആകുന്നത് നോക്കുകയാണെങ്കിൽ ഒരു 2-3 years കഴിഞ്ഞ് റിട്ടയർ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ അത് പ്ലാൻ ചെയ്താൽ ആഫ്റ്റർ റിട്ടയർമെന്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കറക്റ്റ് ഇപ്പൊ തന്നെ പ്ലാനിങ്ങിൽ പോകാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ് ദെൻ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം റീമൈഗ്രേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഇപ്പൊ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്കും കൂടിയും ഈ സാധനം ശരിക്കും സൂട്ടബിൾ ആയിരിക്കും. ഈ ഒരു ലൊക്കേഷനും കൂടി കറക്റ്റ് ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ് വിത്ത് us. യങ് അറ്റ് ഹാർട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി ഷാസ് പ്രോപ്പർട്ടീസുമായി കണക്ട് ചെയ്യും.